മത്സരം അതിന്റെ അധിക സമയത്തേക്ക് കടക്കുകയാണ്. സ്കോർ ബോർഡിൽ ഓരോ ഗോളുകൾ നേടി ഇരു ടീമുകളും സമനില പാലിക്കുകയാണ്. അർബലോയുടെ റയലിന് ജയിക്കുക എന്നത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പരാജയത്തിന്റെ കൈപ്പറഞ്ഞത് കൊണ്ട് തന്നെ ആരാധകർ നിരാശയിലാണ്. എസ്റ്റാഡിയോ ബളാഡോസ് ഗാലറികൾ ആകാംക്ഷയോടെ മത്സരം ഉറ്റുനോക്കി. കളി അവസാനിക്കാൻ ശേഷിക്കുന്നത് 1 മിനിറ്റ് മാത്രമാണ്. വലതുവിങ്ങിൽ നിന്നും അലക്സാണ്ടർ അർണോൾഡ് പന്തിനെ സെൽറ്റ വിഗയുടെ ഗോൾമുഖത്തേക്ക് വഴിതിരിച്ചു വിടുന്നു. നിർഭാഗ്യമെന്നോണം സഹതാരങ്ങൾക്കാർക്കും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പന്തെത്തിയത് സെൽറ്റ വിഗോ പ്രതിരോധ താരം വെസിനോയുടെ കാലുകളിലേക്ക്. അദ്ദേഹം ക്ലിയർ ചെയ്തെങ്കിലും മാഡ്രിഡിന്റെ വിജയ ഗോളിനായി നിയോഗിക്കപ്പെട്ട വാൽവർദെ തക്കം പാർത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു വെടിയുണ്ട കണക്കെ ആ ഷോട്ട് ഉയർത്തുക എന്നല്ലാതെ ആ നിമിഷത്തിൽ അയാൾക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. അലോൻസോയുടെ കാലുകളിൽ തട്ടി പന്ത് വലയിലേക്ക് തിരിയുന്നു. റയൽ മാഡ്രിഡ് ആരാധകർ ആർപ്പ് വിളിക്കുന്നു. വാൽവർദയുടെ പേര് എങ്ങും മുഴങ്ങുകയാണ്. മത്സരത്തിൽ വിനിയും ബ്രഹീം ഡയസും ആർദ ഗുള്ളറും അടങ്ങുന്ന മുന്നേറ്റ നിരയാണ് പരിശീലകൻ അർബലാവോ സജ്ജമാക്കിയത്. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ നേടിയെന്ന് ഉറപ്പിച്ചതായിരുന്നു. അലക്സാണ്ടർ അർണോൾഡ് ഒരുക്കിക്കൊടുത്ത മികച്ച അവസരം ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ വിനീഷ്യസിന്റെ ഷോട്ട് ബാറിൽ തട്ടിത്തെറിക്കുന്നു. പിന്നാലെ ചൗമേനിയുടെ ശ്രമവും പാഴാവുകയാണ്. എന്നാൽ ആദ്യ ഗോൾ പിറക്കാൻ അധിക നിമിഷം കാത്തിരിക്കേണ്ടി വന്നില്ല. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ റയലിന് അനുകൂലമായി കോർണർ ലഭിക്കുകയാണ്. ഒരു ഷോട്ട് കോർണറായി പന്ത് ആർദ ഗുള്ളറിലേക്ക് നീട്ടി നൽകുന്നു. സെൽറ്റ വിഗയുടെ 2 പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ആർദ ഗുള്ളർ സഹതാരം ചൗമേനിയിലേക്ക് പന്തെത്തിക്കുന്നു. എന്നാൽ മുന്നിൽ വീണ് കിട്ടിയ അവസരം ഇടം വലം നോക്കാതെ ഗോൾ വല ലക്ഷ്യമാക്കി പായിക്കുന്നു. അയാൾക്ക് പിഴച്ചില്ലായിരുന്നു. ഗോൾ കീപ്പർ ഇയോണസ് റാഡുവിന് നോക്കി നിൽക്കുക എന്ന കർത്തവ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 25 മിനിറ്റ് വരെ നീളുന്ന ആഹ്ലാദമാണെന്ന് റയൽ ആരാധകർ കരുതിയിരുന്നില്ല. സീർബർഗിന്റെ അസിസ്റ്റിൽ നിന്ന് ബോർജ ഇഗ്ലിഷിയസ് പന്ത് വലയിലേക്ക് എത്തിക്കുകയാണ്. സ്വന്തം തട്ടകത്തിൽ റയലിന്റെ ആധിപത്യത്തിന് അടികൊടുത്ത ആഹ്ലാദം ആരാധകർ പ്രകടിപ്പിച്ചു തുടങ്ങി. ബാളഡോസ് ഗാലറികൾ ആർത്തിരമ്പി. ഇടവേളക്ക് പിരിയുമ്പോൾ ഓരോ ഗോളുകളും ഓരോ ടീമും വീതം നേടി തുല്യത പാലിക്കുകയാണ്. 2-ാം പകുതിയിൽ റയൽ മാഡ്രിഡ് നിരവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഗോൾ കണ്ടെത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായി തന്നെയിരുന്നു. 88-ാം മിനിറ്റിൽ റയൽ ആരാധകരുടെ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നിച്ച് ആസ്പാസിന്റെ കാലിൽ നിന്ന് ഒരു പരീക്ഷണം വന്നതായിരുന്നു. സെൽറ്റ വിഗോയുടെ നിർഭാഗ്യവും റയലിന് ഭാഗ്യവുമായി പന്ത് ബാറിൽ തട്ടിത്തെറിച്ചു. സെൽറ്റ വിഗോ ആരാധകർ തലയിൽ കൈവച്ച് പോയി. നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട ഗോളിന്റെ ആഘാതം അവരുടെ മുഖഭാഷയിൽ തന്നെ വ്യക്തമായിരുന്നു. മത്സരത്തിന്റെ അന്തിമഘട്ടത്തിൽ വാൽവർദയുടെ ഗോൾ വന്നതോടെ സെൽറ്റ വിഗോയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. റയലിന്റെ പ്രതിരോധ നിരയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു രാത്രിയല്ല കടന്നുകളഞ്ഞത്. സെൽറ്റ വിഗ 8 ഷോട്ടുകളാണ് ഗോൾ വല ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത്. അതിൽ 4 ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഈ കണക്കുകളിൽ നിന്ന് തന്നെ റയലിന്റെ പ്രതിരോധ നിരയുടെ പതനം വ്യക്തമാണ്. ബാക്ക്ലൈൻ ഒന്നുകൂടെ സജ്ജമാക്കിയില്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ പാടുപെടുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതേസമയം റയൽ ടേക്ക് ചെയ്തത് 14 ഷോട്ടുകൾ. ടാർഗറ്റിലേക്ക് വഴിതിരിഞ്ഞത് വെറും 3 മാത്രം. പൊസിഷനിലും പാസിംഗിലും പതിവ് പോലെ തന്നെ റയലിന് തന്നെയാണ് മുൻതൂക്കമുണ്ടായിരുന്നത്. 63% പന്ത് കൈവശം വെച്ചപ്പോൾ 662 പാസുകളാണ് പച്ചപ്പുല്ലിന് മീതെ കൈമാറിയത്. മറുവശത്ത് 37% ബോൾ പൊസിഷനും 451 പാസുകളും. ഇതോടെ പോയിന്റ് പട്ടികയിൽ 27 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റോടെ റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനക്കായ ബാർസലോണ 26 കളികളിൽ നിന്നാണ് 64 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇരു കൂട്ടർക്കുമിടയിൽ 1 പോയിന്റിന്റെ ലീഡ് മാത്രമാണ് നിലവിലുള്ളത്.